2025 ജനുവരി 1 മുതൽ ഓസ്ട്രേലിയ വിദ്യാർത്ഥി വിസ അപേക്ഷകൾക്കായി ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാ അപേക്ഷകളിലും നിങ്ങൾ ഔദ്യോഗികമായി ഒരു കോഴ്സിൽ ചേർന്നു എന്നതിന്റെ തെളിവായ കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് ഉൾപ്പെടേണ്ടതായി വരും. മുൻപ് ഓഫർ ലെറ്ററുകളായിരുന്നു അപേക്ഷയ്ക്കൊപ്പം വെക്കേണ്ടിയിരുന്നത്. വിസ പ്രക്രിയ കൂടുതൽ സുരക്ഷിതവും വിശ്വസനീയവുമാക്കുക എന്നതാണ് പുതിയ മാറ്റം കൊണ്ട് ഓസ്ട്രേലിയൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ്, അതായത് COE ഇല്ലാതെ വിസ ലഭിക്കുകയില്ല. ഇതിനർത്ഥം നിങ്ങൾക്ക് ബ്രിഡ്ജിംഗ് വിസ ലഭിക്കില്ല എന്നാണ്. വിസ കാലഹരണപ്പെടുന്നവർക്ക് ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക. 2025 ജനുവരി 1 മുൻപ് വിസയ്ക്കുള്ള അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഓഫർ ലെറ്ററുകൾ അപേക്ഷയ്ക്കൊപ്പം വെച്ചാൽ മതി. വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് പ്രവേശനം ഉറപ്പാക്കുകയും ട്യൂഷൻ ഫീസ് അടക്കുകയും എൻറോൾമെന്റ് സ്ഥിരീകരണം നേടുകയും വേണം. നിങ്ങളുടെ നിലവിലുള്ള വിസ കാലഹരണപ്പെടുന്നതിന് മുൻപ് നിങ്ങൾക്ക് COE നേടാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റ് വിസ ഓപ്ഷനുകൾ നോക്കുകയോ ഇമിഗ്രേഷൻ നിയമങ്ങൾ പാലിക്കാൻ ഓസ്ട്രേലിയ വിടുകയോ ചെയ്യേണ്ടതായോ വരും. ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സിൽ ചേർന്നിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന ഓസ്ട്രേലിയയിലെ സ്കൂളിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഉള്ള ഒരു ഔദ്യോഗിക രേഖയാണ് കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ്. വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ, അവർ പഠിക്കുന്ന കോഴ്സ്, എത്ര കാലം നീണ്ടു നിൽക്കും, ഫീസ് എന്നിവ പോലുള്ള പ്രധാന വിശദാംശങ്ങൾ ഈ ഇലക്ട്രോണിക് രേഖയിലുണ്ടാകും. COE ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിലെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആദ്യം ഒരു കോഴ്സിന് ചേരണം. അവരുടെ ട്യൂഷൻ ഫീസ് അടക്കുകയും പ്രോഗ്രാമിൽ അവരുടെ അഡ്മിഷൻ സ്ഥിരീകരിക്കുകയും വേണം. മുൻകാലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്ന ലെറ്റേഴ്സ് ഓഫ് ഓഫർ ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ലെറ്റേഴ്സ് ഓഫ് ഓഫർ COEകൾക്ക് പോലെ കർശനമോ വിശ്വസനീയമോ ആയിരുന്നില്ല. അതിനാലാണ് സർക്കാർ പുതിയൊരു മാറ്റം കൊണ്ടുവന്നത്. ചില ആളുകൾക്ക് സ്റ്റുഡൻറ് വിസ ലഭിക്കുന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയയിൽ എത്തിയാൽ സ്കൂളുകളിലോ കോളേജുകളിലോ അഡ്മിഷൻ എടുക്കുന്നില്ലെന്ന പരാതി ഉണ്ടായിരുന്നു. വിസയ്ക്കായി അപേക്ഷിക്കുമ്പോൾ COE ആവശ്യപ്പെടുന്നതിലൂടെ യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് മാത്രമേ വിസ ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാൻ ഓസ്ട്രേലിയൻ സർക്കാരിന് സാധിക്കും. ഇത് വ്യാജാപേക്ഷകൾ തടയാനും വിസ പ്രക്രിയ വിശ്വസനീയമായി നിലനിർത്താനും സഹായിക്കും. വിദേശകാര്യം, പ്രതിരോധം അല്ലെങ്കിൽ സെക്കൻഡറി എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിലെ വിദ്യാർത്ഥികൾക്ക് വിസയ്ക്കായി അപേക്ഷിക്കുമ്പോൾ COE ആവശ്യമില്ല. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ഒരു ജനപ്രിയ സ്ഥലമായിരിക്കുമ്പോൾ തന്നെ ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കാനുള്ള ഓസ്ട്രേലിയയുടെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഒരു മാറ്റം. വിദ്യാർത്ഥി വിസ അപേക്ഷകൾക്ക് എങ്ങനെ മുൻഗണന നൽകാമെന്നും പ്രോസസ് ചെയ്യാമെന്നും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ നയിക്കുന്നതിനായി ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ മന്ത്രി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളാണ് മിനിസ്റ്റീരിയൽ ഡയറക്ഷൻ 107 എന്ന് പറയുന്നത്. വിസ തീരുമാനമെടുക്കൽ പ്രക്രിയ പാലിക്കേണ്ട പ്രത്യേക ഘടകങ്ങളും നയങ്ങളും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ സമഗ്രത നിലനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥി വിസ അപേക്ഷകളുടെ ന്യായവും കാര്യക്ഷമവുമായ പ്രോസസ്സിംഗ് ഉറപ്പാക്കുക എന്നതായിരുന്നു മിനിസ്റ്റീരിയൽ ഡയറക്ഷൻ 107ന്റെ ലക്ഷ്യം. താൽക്കാലിക എൻട്രികൾ എന്ന നിലയിൽ അപേക്ഷകരുടെ ആധികാരികത, പഠിക്കാനുള്ള അവരുടെ ഉദ്ദേശം, ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന സമയത്ത് സാമ്പത്തികമായി സ്വയം പിന്തുണയ്ക്കാനുള്ള അവരുടെ കഴിവ് എന്നിവ വിലയിരുത്തുന്നതിനൊപ്പം ഇതിൽ പെടും. 2024 ഡിസംബറിൽ ഓഫ്ഷോർ സ്റ്റുഡൻറ് വിസ പ്രോസസ്സിംഗ് വേഗത്തിലാക്കാൻ സർക്കാർ മിനിസ്റ്റീരിയൽ ഡയറക്ഷൻ 107 മിനിസ്റ്റീരിയൽ ഡയറക്ഷൻ 111 ആക്കി മാറ്റിയിട്ടുണ്ട്.